എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എന്നാൽ വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3/4 ലിറ്റർ പാലാണല്ലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതിയാകും. അതൊന്ന് കുറച്ച് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡർ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കസ്റ്റാർഡ് പൗഡർ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രൂട്ട് കസ്റ്റാർഡിക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാണിച്ചിട്ടില്ല, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ കയ്യിൽ ഒരു 3-4 ഐറ്റം ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം നല്ല ചൂടല്ലേ, ഈ ചൂടിനൊക്കെ നല്ല തണുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ തന്നെ അടിപൊളിയല്ലേ. ഫ്രൂട്ട്സ് മുഴുവനായി തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം പഴം ഇട്ടുകൊടുക്കാം. ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം. മാമ്പഴം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉറുമാമ്പഴം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. പച്ചമുന്തിരി ഇട്ടുകൊടുക്കാം. ചുവപ്പ് മുന്തിരിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൂട്ട്സുകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൂട്ട് കസ്റ്റാർഡ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറോളം തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.